കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് വാർത്ത, അതിന് പിന്നാലെയുള്ള ഫോളോ അപ്പും അപ്ഡേറ്റും മെഗാ ഇമ്പാക്റ്റുമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ശബരിമല മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും. ശബരിമല മേൽശാന്തി ED പ്രസാദിന്റെ നിയമവിരുദ്ധ നിയമനത്തെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കും. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത അടിസ്ഥാനമാക്കി നിയമ നടപടിക്കായി കോടതിയെ സമീപിക്കുമെന്ന് പന്തളം രാജകുടുംബാംഗം രാജരാജവർമ്മ പറഞ്ഞു. DGPക്ക് പരാതിയും നൽകി. അതീവ ഗൗരവമാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിലെ കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രിക്ക് ഇന്ന് രാവിലെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് DGPക്ക് അഡ്രസ് ചെയ്തിട്ട് അതിന്റെ കോപ്പിയാണ് ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ശബരിമല മേൽശാന്തിയുടെ കാര്യത്തെ പറ്റി ഡോക്യുമെന്റ്സ് മുഴുവൻ വെരിഫൈ ചെയ്യാതെ അത് നോക്കാൻ നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഇല്ല, ഇതിനകത്ത് അത് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധാരണ രീതിയിൽ സർക്കാർ ഇടപെടാറില്ല. ഇത് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആയത് കാരണം ദേവസ്വം ബോർഡും തന്ത്രിയും കൂടാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. തന്ത്രി ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇത് പ്രാചീന കാലം മുതൽ തന്നെ ഇങ്ങനൊരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2006, 2007, 2010 കാലങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ടുള്ള പല പല സംശയങ്ങളും അപരാധങ്ങളും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പുറത്ത് പണത്തിന്റെ ഇടപാടുകൾ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം നമ്മുടെ കാര്യമായിട്ടുള്ള തെളിവുകളില്ല. ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു സ്ഥാനത്തിലേക്ക് പിടിച്ചുപറ്റാൻ വേണ്ടി പല സ്വാധീനങ്ങളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന വാർത്ത, ശബരിമല മേൽശാന്തിയുടെ നിയമനത്തിന്റെ വിവാദത്തെക്കുറിച്ച് ദേവസ്വം മന്ത്രി K മുരളീധരനും പ്രതികരിച്ചു. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിയമനത്തിലെ ക്രമക്കേട് പുറത്തുകൊണ്ടുവന്ന ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി K മുരളീധരൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് വേണം പറയാൻ. ഞാനിങ്ങനെ ചാനൽ വാർത്തകൾ മാത്രമേ എനിക്കറിയുള്ളൂ. കാര്യങ്ങൾ പരിശോധിക്കാം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരുത്തും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ടോം കുര്യാക്കോസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, കഴിഞ്ഞ ദിവസം ടോം തന്നെയാണ് ഈ വാർത്ത, ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത. ശബരിമല സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വിവാദം, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴേക്കും അത് പലർക്കും ദഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് മന്ത്രി പറയുമ്പോൾ, ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വാർത്തയുടെ ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. മന്ത്രിയുടെ ഉൾപ്പെടെ നമുക്കിത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശം. ഹരികൃഷ്ണൻ, ഈ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് നമുക്കിത്തരമൊരു പരാതി ലഭിക്കുന്നത്. അതായത് ശബരിമല മേൽശാന്തി നിയമനത്തിൽ ചില ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള A. പത്മകുമാർ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ ശബരിമല മേൽശാന്തി നിയമനത്തിൽ പാർട്ടിയുടെ ഇടപെടൽ, CPMന്റെ ഇടപെടൽ നടക്കുന്നുണ്ടെന്ന്. സ്വാഭാവിക അത്തരമൊരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ടോം തുടർന്നോളൂ. ആ ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിശദമായ അന്വേഷണം നടത്തി. അതായത് ഈ ഒരു ശബരിമല മേൽശാന്തി നിയമനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന രേഖകൾ കൃത്യമായും പരിശോധിച്ചു. വീണ്ടും ഇഴകീറി പരിശോധിച്ചു. കാരണം ശബരിമല പോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു മേൽശാന്തി എന്ന് പറയുമ്പോൾ ദൈവതുല്യനാണ്. ഏറെ എല്ലാ മനുഷ്യരും, വിശ്വാസികളേറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായി ഇത്തരം തിരിമറി നടത്തി മേൽശാന്തി പോലെയുള്ള ഒരു അത്യുന്നതമായിട്ടുള്ള, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിൽ എത്താൻ കഴിയുമോ, തിരിമറി നടത്തി, അതായത് ഒരു വ്യാജരേഖ ചമച്ച് എത്താൻ കഴിയുമോ എന്നതടക്കം ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപ് അങ്ങനെ ഒരു 3 ആഴ്ചയോളം വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പോയി. ചോറ്റാനിക്കരയിൽ പരിശോധിച്ചു. ചോറ്റാനിക്കര, അതോടൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡ് രേഖകൾ പരിശോധിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രേഖകൾ, ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടും ചോറ്റാനിക്കര മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ്
ഈ വലിയൊരു തട്ടിപ്പ്, അതായത് മേൽശാന്തി നിയമനത്തിൽ ഇ ഡി പ്രസാദ് മേൽശാന്തിയായത് ഈ വ്യാജരേഖ ചമച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇന്നലെ ആ വാർത്ത പുറത്തുവിട്ടത്. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വിശ്വാസികളെ സംബന്ധിച്ച്. കാരണം അവർ അത്രയധികം ആദരിക്കുന്ന ഒരു വ്യക്തിത്വം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയാണ് ആ പദവിയിൽ എത്തിയതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ ഞെട്ടലുളവാകുന്നതായിരുന്നു. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു. മന്ത്രിയുടെ ഇടപെടലുണ്ടായി. മാത്രമല്ല അതോടൊപ്പമാണ് രാജകുടുംബാംഗം ശ്രീ രാജരാജവർമ്മ, പന്തളം രാജകുടുംബാംഗം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത ഏറെ ഗൗരവമുള്ളതാണ്. വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും വിജിലൻസ് ഡയറക്ടർക്കും അതോടൊപ്പം ഈ ദേവസ്വം ബോർഡ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയത്. അതോടൊപ്പം അദ്ദേഹം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളതാണ്. അദ്ദേഹവും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ശബരിമലയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നടപടി ഉണ്ടാകും. പക്ഷേ ഏത് രീതിയിൽ നടപടി സ്വീകരിക്കുമെന്നതാണ്. കാരണം ഒരു പുറപ്പെടാശാന്തിയാണ്. അദ്ദേഹത്തിനെതിരെ എങ്ങനെ പുറത്താക്കാൻ കഴിയുമോ, അതോ അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. അതോടൊപ്പം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അല്പസമയം മുമ്പ് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ശബരിമല മേൽശാന്തി നിയമനത്തിൽ വലിയ കൊള്ള നടക്കുന്നുണ്ട്, വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടത്തുന്നതെന്ന് ഇതിന് മുൻ ശബരിമലയിലെ മുൻ കീഴ്ശാന്തിയും പമ്പയിലെ മുൻ മേൽശാന്തിയും അതോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമല മേൽശാന്തി ആകുന്നതിനു വേണ്ടി ഈ ഇന്റർവ്യൂ വരെയും പങ്കെടുത്തിട്ടുള്ള അപേക്ഷകൻ, കഴിഞ്ഞ തവണ ഉൾപ്പെടെ അപേക്ഷകനായിട്ടുള്ള ശ്രീ സുരേഷ് ആർ പോറ്റി, അദ്ദേഹം നമ്മോട് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു നടത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇനിയും കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ആരൊക്കെയാണ് ഈ പണം വാങ്ങുന്നത്, എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ, ദേവസ്വം ബോർഡ് വളരെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് വെളിപ്പെടുത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുമേനി അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ശബരിമലയെ മുഖ്യ പുരോഹിതനടക്കം പണം കൈപ്പറ്റുന്നുണ്ട്, പണം വാങ്ങിയാണ് ശബരിമല മേൽശാന്തിയെ നിയമിക്കുന്നത്. അതോടൊപ്പം ദേവസ്വം ബോർഡിലെ ഉന്നതനും വാങ്ങുന്നുണ്ടെന്ന്. ദേവസ്വം ബോർഡിലെ ഉന്നതൻ എന്ന് പറയുന്നത് അങ്ങ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് കൂടി അറിയണമെന്ന്. ഒരു മുഖ്യ പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ബോർഡ് പ്രസിഡന്റിനെ പോയി കണ്ടു. കഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് എൻ്റെ തെളിവുണ്ടോയെന്ന് വെച്ചാൽ അവിടുത്തെ CCTV പരിശോധിച്ചാൽ ഞാൻ 2 ദിവസം ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ രാവിലെ അദ്ദേഹത്തെ പോയി ഓഫീസിൽ പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനൊരു നടപടിക്രമമുണ്ട്, ഇത്ര രൂപയാണ് എൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വരണമെങ്കിൽ അതിൽ ഇത്ര രൂപ തന്നെ. ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നറുക്കെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ ഇത്ര രൂപ എടുത്തിട്ട് ബാക്കി പൈസ തിരിച്ചു. PS പ്രശാന്ത് ചോദിച്ചു എത്ര രൂപയാണ് ചോദിച്ചത്? എന്നോട് 5 ലക്ഷം രൂപ വരെ ചോദിച്ചത്. അത് അദ്ദേഹത്തിന് മാത്രം, PS പ്രശാന്തിന് മാത്രം 5 ലക്ഷം? അതെനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തിന് നേരിട്ട് കണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് നേരിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് ബോർഡ് മീറ്റിംഗിന് പോവുകയും ചെയ്തു അദ്ദേഹം. ഓക്കെ, ആർക്കൊക്കെ പണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു? അതൊന്നും പറഞ്ഞിട്ടില്ല. അത് തന്ത്രി കുടുംബാംഗമാണോ, അത് ഈ മുഖ്യ പുരോഹിതനാണോ അങ്ങേ അവിടേക്ക് പറഞ്ഞയച്ചത്? ബോർഡ് മേലധികാരികളെ പോയി ഇന്ന ആൾക്കാരെ പോയി കാണാനായിട്ട് പറഞ്ഞു. ബോർഡ് പ്രസിഡന്റിനെ പോയി കാണണം, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അതനുസരിച്ചാണ് ഞാൻ പോയി കാണുന്നത് അദ്ദേഹത്തെ. അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു മുഖ്യ പുരോഹിതൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.